ഹായ് ഫ്രണ്ട്സ്, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. പിന്നെ ഫസ്റ്റ് കാണിക്കുന്ന കാർത്തിക കിരണിനോടും കല്യാണിനോടും പറയാണ്, ഇങ്ങനെ മറ്റുള്ളവർ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കാറില്ല. പിന്നെ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നതും ഞാൻ വിശ്വസിക്കുന്നതും മാത്രമാണ് എൻ്റെ ശരികൾ. എന്തായാലും അയാളെ പോലെയുള്ള ഒരാളുടെ പേരിൽ കൺസ്ട്രക്ഷൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങളുടെ തൊഴിലാളികൾക്കും. അപ്പം കാർത്തിക പറയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം നോക്കുന്നത് ആ മനുഷ്യനും ആ മനുഷ്യൻ്റെ മകനുമാണ്. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. കാർത്തിക പറയാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. കാർത്തിക അങ്ങനെ പറഞ്ഞതൊക്കെ കേട്ടിട്ട് കിരണിനും കല്യാണിക്കും വല്ലാതെ വിഷമമായി. അങ്ങനെ അവർ പറയാണ്, ശരി, ഞാൻ എൻ്റെ പണിക്കാരോട് പറയാം പണി നിർത്താൻ വേണ്ടിയിട്ട്. ആയിക്കോട്ടെ, പൈസ കുറച്ച് അധികം തന്നിട്ടുണ്ട്, പക്ഷേ അത് തിരിച്ചു വേണ്ട. കിരൺ പറയാണ്, ആയിക്കോട്ടെ, പക്ഷേ നമുക്ക് അങ്ങനെ ഒരു പൈസൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ഇതുവരെ ചെയ്ത പണിയുടെ പൈസ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ അതേപടി തിരിച്ചു തന്നേക്കാം. ഒരു പൈസ പോലും ഞങ്ങൾ അധികം എടുക്കുന്നില്ല. കല്യാണി, ചെക്ക് എടുക്കുക. കാർത്തിക പിന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ അനിയത്തിയുടെയും അവളുടെ ഹസ്ബൻഡിൻ്റെയും സത്യാവസ്ഥ വെളിവാക്കുന്ന ഒരു ദിവസം വരും. ഇന്ന് ഞാൻ നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നാളെ നിങ്ങൾക്ക് മനസ്സിലാവും. കിരൺ കാർത്തികയ്ക്ക് ചെക്ക് കൊടുത്തിട്ട് പറയാണ്, ബാക്കി തുക അതേപോലെ തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. ഇനി ആരെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വർക്ക് ഏൽപ്പിച്ചോ. പിന്നെ ഇപ്പം പറഞ്ഞല്ലോ, സ്വന്തം അനുഭവമാണ് നിങ്ങളുടെ ശരിയെന്ന്. എങ്കിൽ ആ അനുഭവം നിങ്ങളെ പഠിപ്പിക്കും. ആകാശനെയും അയാളുടെ അമ്മയും മോനെയും വിശ്വസിച്ചാലുണ്ടല്ലോ, നിങ്ങളെ കാത്തിരിക്കുന്നത് നാശമാണ്. അത് നിങ്ങൾ മറക്കണ്ട. പിന്നെ കല്യാണി പറയാണ്, എന്നാലും പരിചയപ്പെട്ടപ്പോഴും അടുത്തപ്പോഴും ഇത്രയും ഇല്ലാത്ത ഒരാളാണ് കാർത്തികേച്ചിയെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ കാർത്തിക പറയാണ്, എനിക്കിത്രേ ബുദ്ധിയുള്ളൂ, ഞാനങ്ങ് സഹിച്ചു. കല്യാണി, ഇനി നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല, വാ നമുക്ക് പോകാം. പോയി കഴിഞ്ഞപ്പോൾ കാർത്തിക ചിന്തിക്കാണ്, ഏത് പ്രതികൂല സാഹചര്യത്തിലും എനിക്കൊപ്പം നിൽക്കുന്നവരാ കല്യാണിയും കിരണും. ഇങ്ങനെ ഒരു അനിയത്തെയും അനിയനുമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. കല്യാണിയും കിരണും ഭയങ്കര വിഷമത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അപ്പോൾ വീട്ടിലെത്തിയിട്ടും അവർ വിഷമിക്കുകയാണ്. അപ്പോൾ കിരൺ പറയാണ്, നമ്മൾ ഈ കാര്യത്തിൽ വിഷമിച്ചിട്ട് കാര്യമില്ല കല്യാണി, ആ ഒരു സൗഹൃദ മുളയിലേ നുള്ളി. ശരിക്കും കള്ളങ്ങൾ പറഞ്ഞു കൊടുത്ത് കാണും, അല്ലെങ്കിൽ കാർത്തികേച്ചി ഇങ്ങനെ മാറില്ല. കിരൺ പറയാണ്, കാർത്തിക അച്ഛനെ പോലെ സ്നേഹിക്കുകയാണ് പോലും, എന്നിട്ടും എന്തൊക്കെ കള്ളക്കഥകളാണ് അയാൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അവർ രണ്ടുപേരെയും കണ്ടപ്പോൾ കല്യാണിയുടെ അമ്മ വന്നു. അപ്പോൾ അമ്മ നല്ല സന്തോഷത്തോടെയാണ് വന്നത്. അപ്പോൾ കിരണും കല്യാണും നല്ല വിഷമത്തിലുമാണുള്ളത്. അപ്പോൾ കിരൺ പറയാണ്, അമ്മയുടെ മോളും ഞാനും ഇന്ന് നല്ല വിഷമത്തിലാണ് വരുന്നത്. പറ്റി മോനെ, ആ കാർത്തികയുണ്ടല്ലോ, ആ കാർത്തികയുടെ മേൽ അമ്മയുടെ മകനും മകൻ്റെ അമ്മയും ഒക്കെ നല്ല അടുപ്പം സ്ഥാപിച്ചു. അവരുടെ കോൺട്രാക്റ്റ് പോലും നിർത്തിവെക്കാൻ കാർത്തികേച്ചി പറഞ്ഞു. അതായത് പ്രകാശൻ്റെ അമ്മയും മകനും ഒക്കെ ഇപ്പോൾ കാർത്തികേച്ചിയുടെ കൂടെയാണ്. അച്ഛനും ഒക്കെ നല്ല പത്രാസിലായിരുന്നല്ലോ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ പിന്നിൽ കാർത്തികേച്ചിയാണെന്നാണ് തോന്നുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മോനെ. ഞങ്ങൾക്കും ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കാർത്തികയ്ക്ക് എന്തോ ചതി പറ്റിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തിക്കൂടായിരുന്നോ മോനെ. കള്ളന്മാരെയും ചതിയന്മാരെയും നല്ല മനുഷ്യരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ വിഷം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് വരെ അവർ സ്നേഹിച്ചെന്ന് വരാം. അതാണ് ഇവിടെയും കാർത്തികയ്ക്ക് പറ്റിയത്. ഇനി അവർ സ്വയം എല്ലാം അറിയട്ടെ, അതുവരെ ഞങ്ങൾ കാത്തിരിക്കുകയേ നിവൃത്തിയുള്ളൂ. ആ പ്രോജക്റ്റ് നഷ്ടപ്പെട്ടതെല്ലാമേ ഞങ്ങളുടെ വിഷയം. വന്നപ്പോൾ അമ്മയും കണ്ടതാണല്ലോ കാർത്തികേച്ചിയുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ. അങ്ങനെ നല്ലത് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന കാർത്തികേച്ചിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതാ ഞങ്ങളുടെ സങ്കടം. മോളെ, മോൾക്കൊരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു. കത്തോ? ഇൻ്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിവൽ ഡൽഹി. അത് ആ പേപ്പർ മറച്ച് നോക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും നല്ല സന്തോഷമായി. ഇൻ്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിവൽ ഡൽഹിയിൽ വെച്ച് വരുന്ന 27-ാം തീയതിയാണ്. അന്ന് നിന്നെ ആദരിക്കുന്നുമുണ്ട്. പിന്നെയോ? അത് മാത്രമല്ല, അന്ന് പെയിൻറ്റിങ് കോമ്പറ്റീഷനും കൂടിയുണ്ട്. സന്തോഷം കൊണ്ട് കിരൺ കല്യാണിയെ കെട്ടിപ്പിടിക്കുകയാണ്. അമ്മയ്ക്ക് നല്ല സന്തോഷമായി. അയ്യോ, അപ്പം നമുക്ക് പോകണോ? പോകാതെ പിന്നെ. ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാം ഫ്രീ ആണ്. കല്യാണിക്ക് നല്ല സന്തോഷമായി. ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന അംഗീകാരമാണ് കല്യാണി. അത് നമ്മൾ വേണ്ട എന്ന് വെക്കരുത്. ഒക്കെ വലിയ വലിയ ആൾക്കാർക്ക് പങ്കെടുക്കുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ അത് നമ്മൾ ഒട്ടും പാടില്ല. നിനക്ക് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിന് 1ാം സ്ഥാനം കിട്ടിയപ്പോൾ എൻ്റെ ബയോഡാറ്റ ഞാൻ അവർക്ക് നേരത്തെ അയച്ചു കൊടുത്തായിരുന്നു. സംസാരശേഷി ഇല്ലാത്തൊരു പെൺകുട്ടിയുടെ കഥ ഞാൻ അതിലാദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പരിഗണിച്ച് തന്നെയാണ് നിന്നെ ആദരിക്കാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. അന്ന് നിൻ്റെ അച്ഛൻ നിൻ്റെ മുന്നിൽ കിടന്ന് അഴിഞ്ഞാടിയില്ലേ, അതുപോലെ തന്നെ കാർത്തികയുടെ അടുത്ത് പോയപ്പോഴും നിൻ്റെ മനസ്സ് വേദനിച്ചില്ലേ. അതിന് ദൈവം നിനക്ക് മാറ്റിവെച്ച സന്തോഷമാണിത്. അതുകൊണ്ട് ഒരിക്കലും പിന്നോട്ട് പോകരുത്. ശരിയാ മോൻ പറഞ്ഞത്. നമ്മുടെ തൊഴുത്തിലാണ് മോള് പടം വരച്ച് പഠിച്ചത്.
അവിടെ നിന്നും എൻ്റെ മോൾ ഇന്ന് ലോകം അറിയുന്ന ഒരവസ്ഥയിലെത്തി. എല്ലാം മോളുടെ മനസ്സിൻ്റെ നേരും കഠിനാധ്വാനവും തന്നെയാണ്. 1997 ശേഷം ശ്രീലങ്കയ്ക്കെതിരെ ഏകദിന പരമ്പര നടത്തിയ അതൊക്കെ അവർ ടി വിയിൽ കാണുകയാണ്. കല്യാണി അത് കേട്ട് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ കിരൺ ചോദിക്കുകയാണ് എന്താന്ന്. പട്ടാപ്പകൽ മോഷണം നടത്തിയെന്ന്. വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവനാണോ ഇതിൻ്റെ പിന്നിലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ്റെ മോൻ്റെയും കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പോലീസിനെ വിളിച്ച് പറ. ഏയ്, നമ്മളിനി നോക്കാനും പറയാനും ഒന്നും നിൽക്കണ്ട. പോലീസ് ഇങ്ങനെയുള്ള അവസരത്തിൽ നഗരത്തിലുള്ള എല്ലാവരെയും നോട്ടമിട്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അവരെല്ലാവരെയും പോലീസ് തന്നെ പോയിട്ട് അന്വേഷിച്ചോളും. അതുകൊണ്ട് മിക്കവാറും ഇന്ന് തന്നെ അവനെ കസ്റ്റഡിയിലെടുത്ത് എന്തായാലും ചോദ്യം ചെയ്തിരിക്കും. അമ്മ പറയാണ്, അവനാണ് ഇത് ചെയ്തതെങ്കിൽ ഇനി ഒരു കാലത്തും അവൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. മോഷണത്തിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവനാവാനാണ് സാധ്യത. കല്യാണിയുടെ അമ്മ പറയാണ്, ഇതിനൊക്കെ ഇവൻ്റെ അച്ഛനും കൂട്ടാണെന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. അയാളും ഇനി അവൻ്റെ കൂടെ മോഷണത്തിന് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. അല്ലെങ്കിൽ അയാൾക്ക് ഇത്ര പെട്ടെന്ന് ഇത്രയും പണക്കാരനാവാൻ സാധ്യതയില്ലല്ലോ. കല്യാണിയുടെ അമ്മ പറയാണ്, എനിക്കിതൊക്കെ കേട്ടിട്ട് തന്നെ തല പെരുക്കുന്നു. കല്യാണി പറയാണ്, അവനാണിത് ചെയ്തതെങ്കിൽ എന്തായാലും നാളത്തെ പത്രത്തിൽ അവൻ്റെ പടം എന്തായാലും വരും. കഴിഞ്ഞ കേസിൽ ജാമ്യമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഒന്നുകൂടെ ആയാൽ അവൻ കുറേ കാലത്തേക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല. എന്തായാലും ഇവിടേക്ക് അച്ഛനും മോനും കയറി വന്നാൽ ഒരു കാരണവശാലും വാതിൽ തുറന്നു കൊടുക്കരുത്. അമ്മയാണെങ്കിൽ പോലും തലക്കടിച്ച് വീഴ്ത്തും അവൻ. കല്യാണി അമ്മയോട് പറയാണ്, കിരണേട്ടൻ പറഞ്ഞത് ശരിയാ, നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് എൻ്റെ അച്ഛനെയും ആങ്ങളെയുമാണ്. അവർക്ക് സ്വന്തവും ബന്ധവും ഒന്നുമില്ല, അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഇനി അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. കാണിക്കുന്നത് എല്ലാവരും കൂടി നിഷയെ ഒരുക്കുന്നതാണ്. അപ്പോൾ നിഷയുടെ അച്ഛൻ വന്നിട്ട് ചോദിക്കുന്നു, അതെ, ഒരുക്കങ്ങളൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? അവളുടെ അമ്മ പറയാണ്, കല്യാണം ആർഭാടമായിട്ട് നടത്തുന്നൊന്നുമില്ല, അപ്പോൾ നന്നായിട്ട് ഒരുങ്ങുമെങ്കിലും വേണ്ടേ? അതേ, പുറപ്പെടാനൊക്കെ സമയമായി. അപ്പോൾ അമ്മ പറയാണ്, പുറപ്പെടുന്നതൊക്കെ കൊള്ളാം. കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ മൂത്ത മോളോട് സിമ്പതിയൊക്കെ ഉണ്ട്. അത് വെച്ച് അവളോട് കല്യാണ മണ്ഡപത്തിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളി മാറുവേ. അവൾ ആ പരിസരത്ത് പോലും വരാൻ പാടില്ല. അവൾക്കറിയോ ഇന്നാ കല്യാണമെന്ന് എന്ന് കരുതി ഇപ്പം കല്യാണം നടക്കാൻ പോകുന്ന മണ്ഡപം അറിയില്ലല്ലോ അവൾക്ക്. നേരത്തെ കല്യാണക്കുറിയിൽ അടിച്ച സ്ഥലമല്ലേ അവൾക്ക് അറിയത്തുള്ളൂ. നിഷ പറയാണ്, അത് ശരിയാ. അപ്പോൾ അച്ഛൻ പറയാതെ എന്തായാലും കാര്യങ്ങൾ അവൾ അറിയാൻ വേണ്ടി പോകുന്നില്ല. എന്താ നിങ്ങളൊന്നും പറയാത്തെ? അത് പിന്നെ ഇടയ്ക്ക് എൻ്റെ മോളൊന്ന് വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ അവളോട് തുറന്ന് പറഞ്ഞിരുന്നു. ഓ, പറഞ്ഞോ? പൊന്നാര മോളെ വിളിച്ചോ? അവൾ വന്നാൽ അവളെ ഞാൻ ആട്ടിപ്പായ്ക്കും. അവളിപ്പം കല്യാണി എന്ന് പറയുന്ന ഒരുത്തിക്കൊപ്പം ചുറ്റിക്കറങ്ങുക. പിന്നെ എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. പിന്നെ ഇപ്പോൾ വയറ്റിനകത്തൊരു കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ ഇവിടെ വന്ന് താമസിക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കും മനസ്സിലിരിപ്പ്. അപ്പോൾ അച്ഛൻ പറയാണ്, എന്തിനാ വിലാസിനി എഴുതാപ്പുറം വായിക്കുന്നത്? അപ്പം നിഷ പറയാണ്, എൻ്റെ കല്യാണത്തിന് അവൾ വരുന്നത് എനിക്കിഷ്ടമല്ല. അതിനുള്ള അവസരം അച്ഛനായിട്ടുണ്ടാക്കരുത് എന്നാണ് അമ്മ പറയുന്നത്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ തന്നെ ആരെയും വിളിച്ചിട്ടില്ല. ഇതൊരു ചെറിയ ചടങ്ങാണ്, ഇവിടെയുള്ളവരൊക്കെ കല്യാണത്തിനുള്ളൂ. പിന്നെ എന്തിനാ അവളെ അങ്ങോട്ട് കെട്ടി എഴുന്നള്ളിക്കുന്നത്? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. വേണ്ടെന്നാണ് ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവൾക്ക് അവളോട് സ്നേഹമില്ലെങ്കിലും അവൾക്ക് തിരിച്ച് ഇങ്ങോട്ടുണ്ടല്ലോ. അപ്പോൾ വന്നാൽ എന്തായാലും തടയാനൊന്നും പറ്റില്ല. അവൾക്ക് എന്നോടുള്ള സ്നേഹം അച്ഛൻ്റെ സ്വത്തിനോടും പണത്തിനോടും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും ഞങ്ങളുടെ തോന്നൽ സത്യ. അതുകൊണ്ട് ആ പരിസരത്ത് പോലും അവളെ കണ്ടുപോകരുത്. അദ്ദേഹം അവിടുന്ന് പോകുമ്പോൾ നിഷയുടെ അമ്മ പറയുന്നുണ്ട്, മോളെ കല്യാണം കഴിഞ്ഞാലും റോഹനെയും കൊണ്ട് ഇവിടെ വന്ന് താമസിക്കണം. മാത്രമല്ല സ്വത്തൊക്കെ വിറ്റ് എത്രയും പെട്ടെന്ന് ആ പണം ബാങ്കിൽ കൊണ്ടിടുകയും വേണം. അല്ലെങ്കിലേ പിടിച്ചു പറിക്കാൻ അവൾ വരും. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലേ മോൾക്കും മരുമോനും ഒപ്പം അമേരിക്കയിൽ ചെല്ലാനാ മരുമോൻ പറഞ്ഞിരിക്കുന്നത്. അഭിമാനത്തോടെ നിഷയുടെ അമ്മ നിഷയുടെ കൂട്ടുകാരികളോട് പറയാണ്. പിന്നെ എല്ലാം വിറ്റുപെറുക്കി അമേരിക്കയിലേക്ക് പോയാൽ എന്താ? ഇപ്പോൾ കേരളത്തിൽ താമസിക്കാൻ പറ്റിയ അവസ്ഥയുമല്ലല്ലോ. ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഇവിടെ മൊത്തം വെള്ളപ്പൊക്ക. മഴയ്ക്ക് പിന്നെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഉണ്ടോ? അതേസമയം മനോഹർ അണിഞ്ഞൊരുങ്ങുകയാണ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന്. ഇന്ന് കല്യാണമാണല്ലോ. അങ്ങോട്ടേക്ക് വന്ന് സരയു ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇന്ന് പുതുമളവാളിനെ പോലെ നന്നായി അണിഞ്ഞൊരുങ്ങുന്നുണ്ടല്ലോ? അത് കേട്ടപ്പോൾ മനോഹർ ഒന്ന് ഞെട്ടുന്നുണ്ട്. അതിനുശേഷം സരയുവിനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് മനോഹർ പറയാണ്, ഇന്ന് വലിയൊരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പം സരയു പറയുന്നുണ്ട്, കുറേ ദിവസമായിട്ടുണ്ടല്ലോ, ഇന്നതിൻ്റെ ക്ലൈമാക്സാ. അതുകൊണ്ട് മോളുവിൻ്റെ അച്ഛനെയും കൂടി കൂട്ടിക്കൊണ്ട് പോവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ അച്ഛനെയോ? സരയു ചോദിക്കുന്നുണ്ട്. അത് മോളുവിൻ്റെ അച്ഛനിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ, അതുകൊണ്ട് മൂപ്പർക്കൊരു റിലാക്സ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പം സരയു പറയുന്നുണ്ട്, വെളുക്കാൻ തേച്ചത് പാണ്ടാവാതെ ഇരുന്നാൽ മതി. അച്ഛന് സുഖമില്ലാത്തത് മനോട്ടൻ അറിയുന്നതല്ലേ. അങ്ങനെ തലയ്ക്ക് സുഖമില്ലാന്ന് കരുതി മോളുവിൻ്റെ അച്ഛൻ എപ്പോഴും വീട്ടിലടച്ചിടുന്നത് മോശമല്ലേ? മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സുഖമില്ല എന്നുള്ളത് അച്ഛനോട് തന്നെ പറയരുത്. അത് കൂടുതൽ കുഴപ്പമാവും.
അപ്പം മനോഹർ പറയാണ്, അങ്ങനെ സുഖമില്ലാത്ത ആളാന്ന് കരുതി അച്ഛനോട് നമ്മൾ ഇങ്ങനെ പെരുമാറരുത്. അച്ഛനെ നന്നാക്കി എടുക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമല്ലേ. ഒന്നുമില്ലെങ്കിലും മോളുവിൻ്റെ കുട്ടിക്കാലത്തൊക്കെ മോളിന് വേണ്ടി ജീവിച്ച ആളല്ലേ. സരയു പറയാണ്, അതൊക്കെ ശരിയാണ്, എനിക്കതൊക്കെ ഓർമ്മയുണ്ട്, ഞാനങ്ങനെ നന്ദിയില്ലാത്ത ആളൊന്നുമല്ല. പിന്നെ മനുവേട്ടനോട് അച്ഛന് ഭയങ്കര വെറുപ്പാ, അതുകൊണ്ട് എനിക്ക് അച്ഛനെ ഇഷ്ടമല്ലാത്തത്. സാരിയില്ല മോളു, പെമ്മക്കളെ സ്നേഹിക്കുന്ന അച്ഛന്മാർക്ക് ഈ ഒരു കുഴപ്പമുണ്ട്. അവർ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനെ അച്ഛനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം. അതിനിടയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു പൊട്ടലോ ചീറ്റലോ ഉണ്ടായാൽ അതിനിടയിലേക്ക് കയറി വരും ഇങ്ങനെയുള്ള ആൾക്കാർ. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. മോളു അച്ഛനേക്കാളും ഇമ്പോർട്ടൻ്റ് എനിക്ക് തരുന്നതാണ് അച്ഛൻ്റെ പ്രശ്നം. മോളു എന്നെ അച്ഛനേക്കാളും കുറച്ചുകൂടി അധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അച്ഛൻ ഈ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ അവിടെയും മോളുവിൻ്റെ അച്ഛനും മോളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഈ ഒരു പ്രശ്നം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അച്ഛനെ അങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. മാത്രമല്ല അങ്ങനെയാണെങ്കിലും അമ്മയ്ക്കിപ്പോൾ അച്ഛനോട് നല്ല വെറുപ്പാണ്, സരയു പറയുന്നുണ്ട്. അപ്പം മനോഹർ പറയാണ്, അമ്മയ്ക്ക് തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്കും തോന്നുന്നത്. ആ, എനിക്കും തോന്നുന്നുണ്ട്. എന്തായാലും അച്ഛനെ കൊണ്ടുപോകുന്നത് സൂക്ഷിച്ചു വേണം, ഞാനതിനെ പ്രോത്സാഹിപ്പിക്കില്ല. അപ്പം മനോഹർ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അച്ഛനെ കൊണ്ടുപോകാമെന്ന് വാക്ക് കൊടുത്തു പോയി. പിന്നെ പറഞ്ഞ വാക്ക് തെറ്റിക്കുന്നത് ശരിയല്ല. അപ്പം സരയു വെക്കുകയാണ്, അപ്പം എന്താ എന്നെ കൊണ്ടുപോവാത്തേ? മോളുവിന് വയറ്റിലൊരു കുഞ്ഞുവാവുള്ളതല്ലേ, ആ സമയത്ത് വിശന്നിരിക്കാനൊന്നും പറ്റില്ലല്ലോ. മീറ്റിംഗ് തുടങ്ങിയ വൈകുന്നേരം വരെ ഒറ്റത്തരം മീറ്റിംഗ് ആയിരിക്കും. അതിനിടയിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. രാവിലത്തെ ഭക്ഷണം കഴിച്ച് കയറിയാൽ പിന്നെ വൈകുന്നേരമൊക്കെ ആവും ഒന്ന് ഫ്രീ ആവാൻ. അതിനിടെ ഭക്ഷണമൊന്നും പിന്നെ കഴിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മോളുവിനെ കൊണ്ടുപോകാത്തത്. നമ്മുടെ കുഞ്ഞുവാവിങ് വന്നാൽ പിന്നെ എല്ലാത്തിനും എൻ്റെ കൂടെ മോളും ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ ബിസിനസ്സൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എപ്പോഴും മനുവേട്ടൻ എൻ്റെ അടുത്തുണ്ടാവണമെന്ന് എൻ്റെ ആഗ്രഹം. സരയു പറയാണ്, അതെ, ഭർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാ പെൺകുട്ടികളുടെയും പ്രശ്നം ഇതാണ്. ഏതു നേരവും ഭർത്താക്കന്മാർ അവരോടൊപ്പം വേണവും താനും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുകയും വേണം. രണ്ടും കൂടെ പറ്റുമോ മോളൂ? എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ സരയുവിൻ്റെ നെറ്റിയിലൊരു ചുംബനം കൊടുക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.